കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും ഓർക്കുന്നില്ല ഞാൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്നല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണെന്നറിയോ, ഒരു വ്യായാമം ചെയ്യുന്നൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്നറിയോ, എന്നോട് എൻ്റെ കൂട്ടുകാർ എപ്പോഴും എല്ലാവരും എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ്, ചേച്ചി ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ മെഷീനിലിരുന്ന് തയ്ക്കുമ്പോൾ ഒക്കെ വയറെന്താ ചാടാത്തത്, പിന്നെ ചേച്ചിക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റുന്നതെന്നൊക്കെ ചോദിക്കുന്ന കേട്ടോ. അപ്പോൾ അതിനുള്ള മറുപടിയായിട്ട് ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുമ്പോൾ ഇതിനെന്തൊരു പേരുണ്ട്. ആ പേരൊന്നും നമ്മൾ അങ്ങനെ യോഗ ക്ലാസ്സിലൊന്നും പോകാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഡാൻസ് ക്ലാസ് ടീച്ചർ ഇങ്ങനെ വ്യായാമം ചെയ്യിപ്പിക്കും. അപ്പോൾ അതൊക്കെയാണ് ഞാൻ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാതെ ഞാൻ യോഗ ചെയ്യാൻ അങ്ങനെ പണ്ട് പോയിട്ടുണ്ടെന്നല്ലാതെ പിന്നെ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം ഇരിക്കുക വരുമ്പോൾ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ നല്ല എണീറ്റ് ഒരു ഫ്രഷായി പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി 2 ഗ്ലാസ് വെള്ളമൊക്കെ നമ്മൾ കുടിക്കുക. വെറും വയറ്റിൽ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തറയിലാണേലും തുണിയിട്ടിട്ടാണേലും കുഴപ്പമില്ല, ഇങ്ങനെ ഇരിക്കുക. നമ്മളിതിങ്ങനെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്താൽ നമുക്കിത് ഇരിക്കാവുന്നേ ഉള്ളൂ. എത്ര വയറുള്ളവർക്കും നമുക്ക് ഇരിക്കാം കേട്ടോ. അപ്പം വയറ് ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ കണ്ടില്ലേ, വയറ് ടൈറ്റായിട്ട് ഇങ്ങനെ ഇരിക്കാൻ നമ്മൾ നട്ടൽ നിവർത്തി ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വയറൊക്കെ അങ്ങ് ഒതുങ്ങും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെയല്ല നമ്മൾ നിൽക്കുന്നത്, നമ്മൾ കാലുകൾ ഇച്ചിരി ഇങ്ങോട്ട് ഞാൻ അകത്തി വെക്കണം കേട്ടോ. എപ്പോൾ എന്ത് വ്യായാമം ചെയ്യുമ്പോഴും നമ്മൾ കാലിൻ്റെ വ്യായാമം ചെയ്യുമ്പോൾ കാലുകൾ അകത്തി വെച്ചതിന് ശേഷം വേണം കേട്ടോ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇടത് കൈ കൊണ്ടും വലത് കാലും കൊണ്ടും ഉള്ള വ്യായാമമാണ്. അത് നമുക്ക് മുട്ടുവേദനയ്ക്കൊക്കെ നല്ലതാട്ടോ. പിന്നെ വയറിനെ കൊഴുപ്പടിയെന്നൊക്കെ നന്നായിട്ട് മാറും. പിന്നെ നമുക്ക് ഷേപ്പിൻ്റെത് ഒക്കെ മാറും കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. നമ്മൾ കയ്യും ഇടത് കൈയും വലത് കാലും പ്രത്യേകം ഓർക്കണേ. ഇത് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ പോയി പഠിച്ചിട്ടില്ല, എന്നെ ഡാൻസ് ക്ലാസ് ടീച്ചർ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളാട്ടോ പറയുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നതുകൊണ്ട് നമ്മളിത് ചെയ്യുന്നതേ ഉള്ളൂ. ആരും ഒന്നും തെറ്റിദ്ധരിക്കരുത്, എനിക്കങ്ങനെ അറിയുന്ന ആളല്ല കേട്ടോ. അപ്പോൾ നമ്മൾ തുടങ്ങിയാലോ. 1 2 3 4 5 6 7 8 9 10. അതാണ് നമ്മളെ ഫസ്റ്റ് വ്യായാമം വന്നിട്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് വന്നിട്ട് ഷേപ്പിലുള്ളതാണേ. അപ്പം നമ്മൾ കാലിത്തിരി അകത്തി വെക്കുക, എന്നിട്ടാണ് അടുത്ത് നമ്മൾ തുടങ്ങും കേട്ടോ. അപ്പോൾ അടുത്തത് ഇങ്ങനെ നമുക്കൊന്ന് തിരിയോ ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. പെട്ടെന്ന് ഈ എളിയൊക്കെ വെട്ടുന്നവരുണ്ടാവും, വെട്ടാതെ തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൈ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കഴുത്തും അതുപോലെ നോട്ടം തിരിക്കണം കേട്ടോ. ഇതാണ് രണ്ടാമത് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇനി അടുത്ത നമുക്ക് കിടന്നിട്ടുള്ളത് വയറ് പെട്ടെന്ന് ഭൂമിയോട് അമർത്തിങ്ങനെ കഴിയുമ്പോൾ പെട്ടെന്ന് മാറും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുന്നത് പെട്ടെന്ന് നമ്മൾ ഇടയ്ക്കരുത്. വിളക്കൊക്കെ വരുന്നവർക്ക് നല്ല കിടന്നാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കിടന്നില്ലേ, ഇങ്ങനെ കിടന്നു ഒന്ന് നമസ്കരിക്കും പോലെ ചെയ്ത് എന്നിട്ട് നമ്മളിങ്ങനെ പൊന്തുന്നു. അടുത്തത് ഞാൻ ചെയ്തതാട്ടോ. 1 2 3 4 5 6 7 8 9 10. നമ്മുടെ മുട്ടുവേദനയ്ക്ക് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ നിൽക്കുന്നു, വലതുകാലം മുന്നോട്ട് വെക്കുന്നു, മുട്ടിൽ പിടിക്കുന്നു. 1 2 3 4 5. നേരെ നിൽക്കുന്നു, ഇടത് കാലം. 1 2 3 4 5. അടുത്തത് നമ്മൾ കൈകൾ നീട്ടി പിടിച്ചതിന് ശേഷം അതൊക്കെ മുട്ടിന് തന്നെ ഉള്ളതാണ് കേട്ടോ. കറക്റ്റ് കാലമൊക്കെ വെക്കുന്നു, നമ്മൾ ഇരിക്കുന്നു. 1 2 3 4 5 6 7 8 9. കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഒന്നും കൂടെ പറയാം കേട്ടോ, ഞാനത് പഠിച്ചിട്ടുള്ളതല്ല, ഡാൻസ് ക്ലാസ്സിന് ടീച്ചർ പഠിപ്പിക്കുന്നത് മാത്രം കേട്ടോ. ഞാൻ ഡാൻസിന് പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഡാൻസിനൊക്കെ പോകുന്നത് നല്ല കാര്യമാണ് കേട്ടോ. ശരീരത്തിന് നല്ല വ്യായാമം കിട്ടും, നല്ല ഷേപ്പും ഒക്കെ കിട്ടാനൊക്കെ ഡാൻസിന് പോകുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ
ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അതേപോലെ തന്നെ കമൻറ്റ്സ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.